നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നതിനെ കുറിച്ചിട്ടാണ്. ആദ്യമായി ഞാൻ ഡോക്ടർ കുഞ്ഞുമൊയ്തീൻ. ഞാൻ ARMC IVF Fertility Centre കോഴിക്കോട്, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലും ദുബായ്, ദോഹ, മസ്കറ്റ് എന്നിവിടങ്ങളിലെ ഞങ്ങളുടെ ബന്ധപ്പെട്ട ക്ലിനിക്കുകളിലുമാണ് വർക്ക് ചെയ്യുന്നത്. പോളിസിസ്റ്റിക് സിൻഡ്രോം വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്, ആരോഗ്യ പ്രശ്നമാണ് സ്ത്രീകളിൽ. പ്രത്യേകിച്ച് സ്ത്രീകളിലും കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളിലും ഇത് വളരെയധികം കണ്ടുവരുന്ന ഒരു അസുഖവും കൂടിയാണ്. ഇതിനെ കുറിച്ചിട്ട് നമുക്ക് സാധാരണയായിട്ട് പേഷ്യൻസ് നമ്മളോട് ചോദിക്കുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സാധാരണയായിട്ട് നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, എന്താണ് പോളിസിസ്റ്റിക് സിൻഡ്രോം, ഓവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ PCOD എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സ്ത്രീകളുടെ ഹോർമോൺ ലെവലുകളെ, അതായത് സ്ത്രീ ശരീരത്തിലുള്ള പലതരത്തിലുള്ള ഹോർമോണുകളുണ്ട്, ഇതിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇതുമൂലം സ്ത്രീകളുടെ ശരീരത്തിൽ കൂടുതലായിട്ട് പുരുഷ ഹോർമോണുകൾ കണ്ടുവരുന്നു. ഈ ഹോർമോൺ ഇംബാലൻസ്, അതായത് ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ പലപ്പോഴും ആർത്തവചക്രം തെറ്റിവരുന്നതിനും, അതിനെ നമ്മൾ കറക്റ്റായിട്ട് പീരീഡ് വരാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും, അതുകൂടാതെ ചിലരിൽ അത് മുഖത്ത് കൂടുതലായിട്ട് രോമ വളർച്ച, ഹിർസ്യൂട്ടിസം എന്ന് പറയും, ആണുങ്ങളുടേത് സാമ്യമായിട്ടുള്ള രോമ വളർച്ച, മീശയും താടിയും എല്ലാം വരുന്നതും, അമിതമായിട്ടുള്ള മുഖക്കുരു വരിക, അത് പുരുഷ ഹോർമോണിന്റെ ഒരു എഫക്റ്റാണ്. മുഖക്കുരു അമിതമായിട്ട് വരിക, ശരീരത്തിൽ ആകമാനം സാധാരണയിൽ കവിഞ്ഞ രോമാവൃതമായിട്ടുള്ള കൈകളും കാലുകളൊക്കെ ആയിട്ട് ഉണ്ടാവുക. പിന്നെ കഴുത്തിന് പിറകിലും കൈയിൻ്റെ പുറംഭാഗത്തും കൈമുട്ടിൻ്റെ പുറംഭാഗത്തും ആയിട്ട് കറുത്ത നിറം അനുഭവപ്പെടുക. ഇതൊക്കെ ഇതിൻ്റെ രോഗലക്ഷണങ്ങളാണ്. ഇതിൻ്റെ ഈ പുരുഷ ഹോർമോണിന്റെ അമിതമായിട്ട് അളവ് മൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇത് പലപ്പോഴും കൗമാരപ്രായത്തിൽ അത് ഒരു സൗന്ദര്യ പ്രശ്നമായിട്ടാണ് പലപ്പോഴും പെൺകുട്ടികൾ വരിക. ഇത് കറക്റ്റ് ചെയ്യണം. ഇതിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വ്യായാമമില്ലായ്മയും കൃത്യമായി വ്യായാമം ചെയ്യാത്തത് മൂലം അമിതമായിട്ടുള്ള ഭക്ഷണക്രമം മൂലവും, അതായത് പുരിത കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ, അതായത് നമ്മൾ ഫാസ്റ്റ് ഫുഡുകൾ, കൂടുതൽ മധുരമായിട്ടുള്ള സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, ഇതെല്ലാം, പിന്നെ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള മീറ്റ് പദാർത്ഥങ്ങളും, ചിക്കനും ബ്രോസ്റ്റും, അങ്ങനെയുള്ള പല സാധനങ്ങളും, ഇതെല്ലാം വളരെ അമിതമായിട്ട് കഴിക്കുന്ന ഭക്ഷണശീലമുള്ള ഒരു തലമുറയാണ് ഇന്നത്തെ കൗമാര പ്രായത്തിലുള്ളത്. കൂടാതെ പലതരത്തിലുള്ള ഓൺലൈൻ വിനോദങ്ങൾ ആയതുകൊണ്ട് ശാരീരിക വ്യായാമം വളരെയധികം കുറയുന്നു. വീട്ടിന് പുറത്ത് ഇറങ്ങി കളിക്കുന്ന കൗമാരപ്രായത്തിലുള്ളവരെ വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് അമിതവണ്ണത്തിന് ഇടയാക്കുന്നു. ഇതെല്ലാം ആത്യന്തികമായിട്ട് അതൊരു പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടികളെ നയിക്കുന്നു. ഇതിൽ പലപ്പോഴും നമ്മളെടുത്ത് വരുന്ന ആ പ്രായത്തിലുള്ളവരുടെ ഒരു സാധാരണ രീതിയിലുള്ള സംശയം, ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ക്യൂർ ചെയ്യാൻ പറ്റുമോ, അതായത് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം നമുക്ക് ചികിത്സിച്ച് മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ല. പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ, അതുമൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥകളെ നമുക്ക് പലതരത്തിലുള്ള ചികിത്സകൾ വഴി നമുക്ക് ഭേദമാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ആർത്തവം ക്രമീകരിക്കാൻ പറ്റും. അമിതവണ്ണം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പുരുഷ ഹോർമോണിന്റെ അളവ് കുറയും. അപ്പോൾ അതുമൂലം രോമ വളർച്ചയും മുഖക്കുരു അമിതമായിട്ടുള്ളതും എല്ലാം കുറയും. പിന്നെ മറ്റൊരു സംശയം പലപ്പോഴും കൗമാരപ്രായത്തിൽ തന്നെ നമ്മൾ PCOD ഉണ്ട്, ഇതിന്റെ ബുദ്ധിമുട്ടുകളാണ് ഇതെല്ലാം, ആർത്തവം കറക്റ്റ് വരാത്തതെല്ലാം എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന, കൂടെയുള്ള മാതാപിതാക്കൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് ഈ PCOD അല്ലെങ്കിൽ PCO വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഗർഭധാരണം നടക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. സ്ത്രീവന്ധ്യതയിൽ ഗർഭധാരണ ചികിത്സയ്ക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷനാണ് PCOD.
PCOD ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ഗർഭധാരണം നടക്കില്ല എന്നല്ല. PCOD ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എല്ലാം വരുത്തി വേണ്ടത്ര രീതിയിലുള്ള മരുന്നുകളോ മറ്റു ചികിത്സകളോ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം പേർക്ക് ഗർഭധാരണം നടക്കുന്നു. അത് ഒരു സത്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് വളരെ പ്രാക്ടിക്കലായിട്ട് വളരെയധികം ഗർഭധാരണ സാധ്യത ഉള്ള ഒരു സിറ്റുവേഷനാണ്. പലരും ചോദിക്കും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമാണോ എന്നുള്ളത്. അതൊരു അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമല്ല. എങ്കിൽ പോലും ഈ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ഹോർമോൺ ഇംബാലൻസ് തുടരുകയാണെങ്കിൽ ഒരു ആർത്തവവിരാമത്തിന്റെ കാലഘട്ടം ആകുമ്പോഴേക്കും വേണ്ടത്ര രീതിയിൽ അണ്ടാശയത്തിൽ ഓവുലേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഗർഭപാത്രത്തെയും ബ്രസ്റ്റിനെയും എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന ഹോർമോണുകൾ അഭാവത്തിൽ ആവുകയും കുറയുകയും അപ്പോൾ ഗർഭപാത്രത്തിന്റെ ആവരണത്തിൽ അമിതമായ വളർച്ചയോ അല്ലെങ്കിൽ ബ്രസ്റ്റിലെ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരക്കാരിൽ ചിലപ്പോൾ പ്രായം എത്തിക്കഴിഞ്ഞാൽ പ്രമേഹം കൂടുതലായിട്ട് ചിലരിൽ കാണാറുണ്ട്. പിന്നെ ഒരു സംശയം വെച്ച് കഴിഞ്ഞാൽ PCOD ഉള്ളപ്പോൾ ഓവുലേഷൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഓവുലേറ്ററി ഡിസോർഡർ ആണ് PCOD. അതായത് ഓവുലേഷൻ അവിടെ സ്വാഭാവിക രീതിയിൽ നടക്കില്ല. ചിലപ്പോൾ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി വേണ്ടത്ര രീതിയിലുള്ള ശരീരഭാരമൊക്കെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ പലർക്കും ശരീരഭാരം വളരെയധികം നിയന്ത്രിച്ച് ഹോർമോൺ അവസ്ഥ നോർമൽ ആയാൽ ഓവുലേഷൻ സാധാരണ രീതിയിൽ നടക്കാം. അല്ലെങ്കിൽ അതിൽ പലപ്പോഴും മരുന്നുകൾ വേണ്ടിവരും, അല്ലെങ്കിൽ ഇഞ്ചക്ഷനുകളോ മറ്റു കാര്യങ്ങളോ വേണ്ടിവരും. ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് PCODക്ക് ഒരു അതിൻ്റെ രോഗലക്ഷണങ്ങൾക്ക് ഒരു ഉത്തരം ഉണ്ടാകുന്ന ഒരു പരിഹാരം ഉണ്ടാകുന്ന ഏറ്റവും അടിയന്തരമായ കാര്യം ഞാൻ പറഞ്ഞ മാതിരി കൃത്യമായ ബോഡി വർക്കൗട്ട് പ്ലാനുകളും ഡയറ്റ് പ്ലാനുകളും ആണ്. PCOD ഉള്ളത് കൊണ്ടാണ് വെയിറ്റ് കൂടുന്നത് എന്ന് പലരും പറയാം. അത് ഒരു അർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇതൊരു ചാക്രികമായിട്ട് നടക്കുന്നതാണ്, ഒരു സൈക്ലിക്കലായിട്ട് നടക്കുന്നതാണ്. അതായത് മെയിൽ ഹോർമോൺസ് കൂടുമ്പോൾ അമിതവണ്ണം വരുമ്പോൾ അത് PCOD ഉണ്ടായി മെയിൽ ഹോർമോൺസ് കൂടുതലായി വരുന്നു. മെയിൽ ഹോർമോൺസ് കൂടുമ്പോൾ വീണ്ടും വെയിറ്റ് കൂടാം, ബോഡി മാസ് കൂടാം. അത് പലപ്പോഴും നമ്മുടെ സെൻട്രൽ ഒബീസിറ്റി, അതായത് വയറിന് ചുറ്റുമുള്ള തടിയായിട്ടാണ് രൂപാന്തരം പ്രാപിക്കുക. അതായത് കൂടുതലായിട്ട് വയറ് കാണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അത് തുടക്കത്തിൽ തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട, ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടത്? അതായത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ, പൂരിത കൊഴുപ്പുകൾ അടങ്ങിയ, പിന്നെ ബ്രെഡ്, മഫിൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാർബോഹൈഡ്രേറ്റും സ്വീറ്റും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടത്. പിന്നെ മധുരം അടങ്ങിയിട്ടുള്ള എല്ലാ സ്നാക്കുകളും, പിന്നെ എയറേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ പലതരത്തിലുള്ള ശീതള പാനീയങ്ങൾ, പിന്നെ റെഡ് മീറ്റ് ഇതിന് പലപ്പോഴും ദോഷമായിട്ട് സംഗതിക്കുക. അപ്പൊ ഇങ്ങനത്തെ 2-3 കാര്യങ്ങൾ ഇതിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഈ വെയിറ്റും ഭക്ഷണക്രമങ്ങളും ശ്രദ്ധിക്കുമ്പോൾ. പിന്നെ ചിലരിൽ ഇത് പലപ്പോഴും ഈ കൗമാരപ്രായത്തിൽ ആർത്തവം തുടങ്ങിയ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് ആർത്തവം വരാത്ത ഒരവസ്ഥയിലാണ് പലപ്പോഴും സമീപിക്കുക. അപ്പൊ അത്തരക്കാരിൽ ആർത്തവം 3-4 മാസമൊക്കെ വരാതിരുന്നാലും പിന്നെ വരുമ്പോഴും ചിലപ്പോൾ അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. പക്ഷെ ഇത് PCOD അതൊരു പെൽവിക് പെയിൻ, ഒരു അടിവയറ്റിലെ വേദനയ്ക്ക് സാധാരണയായിട്ട് കാരണം ആകാറില്ല. പക്ഷെ പല കുട്ടികളും PCOD ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേദനയുണ്ടെന്ന് പലപ്പോഴും പറയുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, PCOD ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വേദനയ്ക്ക് ഇടയാക്കാറില്ല. PCOD എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും അതൊരു ഓവേറിയൻ സിസ്റ്റ് ആണെന്ന് കരുതും. അതൊരിക്കലും ഒരു ഓവേറിയൻ സിസ്റ്റ് അല്ല. അതായത് പൊട്ടിപ്പോകാത്ത അണ്ടങ്ങളുടെ ഒരു കുമളകളുടെ ഒരു ശേഖരമാണ് PCOD. അതൊരിക്കലും സാധാരണ രീതിയിലുള്ള ഒരു ഓവേറിയൻ സിസ്റ്റമായിട്ട് അതിന് ബന്ധമില്ല. പിന്നെ എന്ത് എക്സർസൈസ് ആണ് ഇതിന് ഏറ്റവും നല്ലതെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഏറ്റവും നല്ലത് എയറോബിക് എക്സർസൈസുകളാണ്. ബ്രിസ്ക് വാക്കിംഗ്, ജോഗിങ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, ഇതെല്ലാം വളരെയധികം ഇത് കലോറീസ് ബേൺ ഔട്ട് ചെയ്യാൻ പറ്റിയ പലതരത്തിലുള്ള എക്സർസൈസുകളാണ്. ഇത് തുടക്കം മുതൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ പ്രമേഹത്തിന്റെ സാധ്യതയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യതകളും വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഈ പ്രഗ്നൻസി ട്രീറ്റ്മെന്റ് ഇല്ലാതെ പ്രഗ്നൻസി ഉണ്ടാവാൻ പറ്റുമെന്നൊക്കെയാണ് പലപ്പോഴും ചോദിക്കുക. പലപ്പോഴും അത് നമ്മൾ പറയുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി ഓവുലേഷൻ സ്വന്തമായി ഉണ്ടാകാത്തത് കൊണ്ട്
ഈ PCOD പേഷ്യൻസിന് പ്രഗ്നൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഓവുലേഷൻ ഇൻഡ്യൂസിങ് മരുന്നുകളാണ് പലപ്പോഴും ആരംഭിക്കുക. അതിനോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എക്സർസൈസുകളും പറയും. പിന്നെ നമ്മൾ പലപ്പോഴും ഈ മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നോ പരിഹാരം ഉണ്ടാകാതെ ആകുമ്പോൾ, നമ്മൾ ഓവുലേഷൻ നടക്കാതെ ആകുമ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ മരുന്നുകളെയാണ് ആശ്രയിക്കുക. ഇതും പറ്റാത്തവർക്കാണ് ചിലപ്പോഴും നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് ഓവേറിയൻ ഡ്രില്ലിംഗ് എന്നൊക്കെ പറയും. അതും ഈ വന്ധ്യതയുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഈ PCOD ഉള്ളവർക്ക് ചെയ്യാവുന്നതാണ്. വളരെ ചുരുക്കം ശതമാനം ആളുകളിൽ PCOD ഉള്ളവരിൽ നമ്മൾ പലപ്പോഴും IVF ട്രീറ്റ്മെന്റ്, IUI ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ ഈ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കാത്തത് കൊണ്ട്, ആർത്തവം ക്രമമായിട്ട് വരാത്തതുകൊണ്ട് ചിലരിൽ ഗർഭപാത്രത്തിന്റെ വലുപ്പക്കുറവ് കാണാറുണ്ട്. അത് നമ്മൾ ഗർഭധാരണത്തിന് മുമ്പ് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പലപ്പോഴും ഗർഭം അലസിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ PCODയെ കുറിച്ചിട്ട് പറയാണ്, ഇതൊരിക്കലും ഒരു ഗുരുതരമായിട്ടുള്ള രോഗമല്ല. നമ്മളുടെ കയ്യിൽ തന്നെ അതിൻ്റെ മരുന്നുകളും അതിൻ്റെ പരിഹാരങ്ങളുണ്ട്. അതായത് നിങ്ങൾ കൃത്യമായ വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണക്രമം പാലിക്കുക. ഇതെല്ലാം ഈ സമയത്ത് വളരെ അധികം ഈ PCOD ഉള്ളവരിൽ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ഒരിക്കലും വ്യാകുലപ്പെടേണ്ടതില്ല. കൃത്യമായ മാർഗനിർദ്ദേശം PCOD ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തേടണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.